ഈ മുഹൂർത്തത്തിന് കടന്നു വന്ന എല്ലാവരെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുക. ഏറെ വൈകാരികമായിട്ടുള്ള ഈ ചടങ്ങ് ആരംഭിക്കുന്നു. ആദ്യം സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്ത് ഗാർഡ് ഓഫ് ഓണർ പോലീസിൻ്റെത് നൽകുകയാണ്. മരണമടഞ്ഞവരുടെ ഛായാപടത്തിന് മുമ്പിൽ അവർക്ക് അശ്രപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ സ്മരണകൾക്ക് മുമ്പിൽ ഗാർഡ് ഓഫ് ഓണർ ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസ്മദാരിയുടെ നേതൃത്വത്തിൽ. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മരിച്ച പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ 298 ആളുകളുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ കടക്കുകയാണ്. ആദരണീയരായ മന്ത്രിമാരും ജനപ്രതിനിധികളും ബന്ധുക്കളും തിക്കിത്തിരക്കരുത്. സാവധാനം അവർക്ക് കടന്നുപോയി പുഷ്പാർച്ചന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ജില്ലാ കലക്ടർ, ADM,
ബഹുമാനപ്പെട്ട മന്ത്രിമാർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. ജനപ്രതിനിധി മഹാദുരന്തത്തിൽ ഇപ്പോൾ ഒരാണ്ട് തികഞ്ഞിരിക്കുകയാണ്. 298 ആളുകളുടെ ജീവനാണ് നഷ്ടമായത്. ഏറെ വൈകാരികമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സർവമത പ്രാർത്ഥനയാണ്. അവിടെ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത്. എത്രയോ ആളുകളാണല്ലേ അവിടെ വന്ന് നിൽക്കുന്നത്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്രയും ദുഃഖമുള്ളിൽ കടിച്ചമർത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ട് അവരുടെ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിച്ച് അതിവൈകാരികമായുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവിടെ പുഷ്പാർച്ചന നടക്കുകയാണ്. സർവമത പ്രാർത്ഥനയാണ് നടക്കുന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ജാതി മത ഭേദമന്യേ ഒരു ദുരന്തം വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ മരണപ്പെട്ടവർക്ക് ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ ലോകം മുഴുവൻ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനാണ് അവിടെ ആളുകൾ എത്തിയിട്ടുള്ളത്. മന്ത്രിമാരടക്കം അവിടെയുണ്ട്. ആ ഓർമ്മകളിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണ് അവിടെയുള്ളവർ. 298 മരണമാണെന്ന് നടന്നത്. കുട്ടികളും മുതിർന്നവരുമൊക്കെ ഉൾപ്പെടെ ഒരു രാത്രി കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടമായ സാഹചര്യമായിരുന്നു. അത് നമുക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ വളരെ പെട്ടെന്ന് നഷ്ടമാകുമ്പോൾ അവരുടെ ആ വിയോഗം അത് ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ഉള്ളുലയ്ക്കുന്നൊരു മാനസിക നിലയിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കും. പക്ഷേ ആ വേദനകളെല്ലാം കടിച്ചമർത്തി ആ മഹാദുരന്തത്തെ അതിജീവിച്ച് വന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അവരുടെ ഓർമ്മകളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് കണ്ണീരൊഴുക്കി നിൽക്കുന്ന ഒരു ജനതയാണ് അവിടെയുള്ളത്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഉള്ളുലഞ്ഞ ഒരു ദുരന്തം തന്നെയായിരുന്നു. മഹാദുരന്തമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഉരുളെടുത്തത് 298 ജീവനുകളായിരുന്നു. ഇപ്പോൾ പുഷ്പാർച്ചനയൊക്കെ നടത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ആ മഹാദുരന്തത്തെ അതിജീവിച്ച് അതിശക്തമായി മുന്നേറിയ ഒരു ജനതയാണ് അവിടെയുള്ളത്. അവിടെ ആ ദുരന്ത സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാർ വളരെ വേഗം അവർക്ക് പുനരധിവാസം ഒരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു. രാവിലെയൊക്കെ സ്കൂളിലെ അധ്യാപകരടക്കം വെള്ളാർമല സ്കൂളിലെ നഷ്ടമായ കുട്ടികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച അധ്യാപകരടക്കം രംഗത്തെത്തിയിരുന്നു. അങ്ങനെ അതിവൈകാരികമായ 100ഓളം കാഴ്ചകളാണ് നമ്മൾ അവിടെ നിന്നും കണ്ടത്.